ഇന്ന് ഞങ്ങൾ യാമ്പു ഫ്ലവർ ഷോ കാണാൻ പോവുക കേട്ടോ. മിലന് ഞാനൊരു ചെറിയ നിക്കറും ഒരു കുട്ടി ബെന്നിനൊക്കെ ഇടിപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട്. ഇവൻ്റെ കോസ്റ്റ്യൂം അതാണ് ഞങ്ങൾ പോകുന്നതിന് മുന്നേയുള്ള. അതുകൊണ്ട് തന്നെ അവൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. അവനങ്ങനെ ഇരിക്കുന്ന പ്രായമായിട്ടില്ല, അതുകൊണ്ട് തന്നെ അവനങ്ങനെ ചെരിഞ്ഞെരിഞ്ഞ് പോവുക. അപ്പം അമ്മ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വൺസ് ചെരിഞ്ഞെരിഞ്ഞ് പോകുമ്പം അമ്മ അവനെ പിടിച്ച് നേരെ ഇരുത്തും. അങ്ങനെയായിരുന്നു. അവൻ ആ ഒരു പില്ലോയുടെയും ബ്ലാങ്കറ്റിൻ്റെയും പുറകിലാണ് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അത്രയെങ്കിലും ഇരിക്കുന്നത്. ഇരിക്കാനുള്ള പ്രായം ആയിട്ടില്ല അവൻ ആക്ച്വലി. പിന്നെ ഞങ്ങൾ യാമ്പുവിൽ 4 മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് 4 മണിക്കൂർ അങ്ങോട്ടേക്കും അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്കും, 1 വേ 4 മണിക്കൂർ. അപ്പം യാമ്പു പോയി കണ്ട് എൻജോയ് ചെയ്തിട്ട് വരാം. ഞങ്ങൾ അവിടെ എത്തി. യാമ്പുവിൻ്റെ ഫ്ലവർ ഷോയുടെ ആ ഫെസ്റ്റിവലിൻ്റെ എൻട്രിയാണ് അവിടെ. എല്ലാ ഫ്ലവേഴ്സ് എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവിടെ ഭയങ്കര ഓവർ ക്രൗഡഡ് ആയിരുന്നു. ഒരു സീസൺ അല്ലേ യാമ്പുവിൽ പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യാമ്പു ഫ്ലവർ ഷോ ഒരു സീസണാണ്. എനിക്ക് തോന്നുന്നു 1 മന്തിലേക്കുള്ളൊരു സീസണാണെന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും കുട്ടികളെയും കൊണ്ട് അവിടെ വന്ന് എൻജോയ് ചെയ്യുന്നൊരു സമയമാണ്. ഇപ്പം ഞാൻ തന്നെ ഇവിടെ നിന്ന് ജിദ്ദയിൽ നിന്നാണ് പോയത്, 4 മണിക്കൂർ യാത്ര ചെയ്ത്. അതുപോലെ തന്നെ എല്ലായിടത്തുനിന്നും യാമ്പു ഫ്ലവർ ഷോ കാണാനായിട്ട് ഒത്തിരി ആളുകൾ വരും. പിന്നെ ഞാനും മിലനും അമ്മയുടെ കൂടി ഒരു വീഡിയോ ആണ് ഫോട്ടോയാണ് ആക്ച്വലി ഉദ്ദേശിച്ചത്. അത് പിന്നെ വീഡിയോ ആയതാട്ടോ ഈ ഫുട്ടേജ്. മിലൻ ഭയങ്കര കരച്ചിലായിരുന്നു. അവന് ഈ ക്രൗഡൊക്കെ കണ്ടിട്ട് അവന് പറ്റുന്നേ ഇല്ല, അവന് ടോളറേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷൻ. അവൻ എപ്പോഴും കരച്ചിലായിരുന്നു. എനിക്കാണെങ്കിൽ അവിടെയൊക്കെ നടന്ന് ഒത്തിരി എൻജോയ് ചെയ്ത് കാണണമെന്നുണ്ടായിരുന്നു. കണ്ടോ, നല്ല രീതിയിലല്ലേ ഫ്ലവർ അവിടെ ഭംഗിയാക്കി വെച്ചിരിക്കുന്നത്. നോക്കിയേ, ഓരോ കളറും നല്ല ഭംഗിയായിരുന്നു. അവിടെ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവിടെ അവരുടെ തന്നെ ഒരു മ്യൂസിക് വിട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ട്. അതിലേക്കൂടെ നടക്കാനൊക്കെ നല്ല രസമായിരുന്നു, ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ. ഞങ്ങൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ എത്തിയായിരുന്നു കേട്ടോ. 4 മണിയൊക്കെ ആയപ്പോൾ എത്തി. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് വെളിച്ചമൊക്കെ, 4 മണി ആ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മിലൻ ഭയങ്കര കരച്ചിലായതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ നടന്ന് കാണാനോ എനിക്കും അമ്മയ്ക്കും അങ്ങനെ നടന്ന് കാണാനൊന്നും സാധിച്ചില്ല. പിന്നെ ഞാനാണെങ്കിൽ അവിടെ ഒരു സെക്യൂരിറ്റി ഓഫീസ് ഉണ്ടായിരുന്നു, അവിടെ കയറിയിരിക്കുകയോ ചെയ്ത്. പിന്നീട് ഞങ്ങൾ ഇങ്ങനെ ഒരു വണ്ടി അവിടെ എല്ലാവർക്കും ഇങ്ങനെ നടന്ന് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ കയറാൻ കുറേ ആൾക്കാർ. അതിനകത്ത് ഞാൻ 1 അവർ ക്യൂവിൽ നിന്നിട്ടാണ് എനിക്ക് ആ വണ്ടിയിൽ എത്തിപ്പെടാൻ പറ്റിയത്. അതിനകത്ത് കയറി ഇരുന്നാണ് പിന്നെ ബാക്കിയുള്ള കാഴ്ചകൾ കണ്ടത്. അപ്പോഴത്തേക്കും രാത്രിയായിരുന്നു കേട്ടോ, സന്ധ്യയായിരുന്നു. പിന്നെ അതിനകത്ത് കയറിയിരുന്ന് കാണാനും നല്ല ഭംഗിയാണ്. മറ്റേ ഫ്ലവർ ഷോയുടെ അവിടെ വൈകുന്നേരം കാണുന്നതിനേക്കാളും അതിഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് രാത്രി കാണാനാണ്. കാരണം വെച്ചാൽ ഓൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടു പോകാനായിട്ട് നല്ല രസമായിരുന്നു. എങ്കിലും എൻ്റെ മിലൻ്റെ മുഖം തെളിഞ്ഞിട്ടില്ല, കണ്ടോ, ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന പോലെ അവൻ ഇരിക്കുന്നത്. ആക്ച്വലി അവന് ഇവിടെ ജനിച്ച് വളർന്നുകൊണ്ട് അവന് ആളുകളെ കാണുന്നൊന്നും അവന് ഇഷ്ടമല്ല. ഒരു ക്രൗഡിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ, ഈവൻ ഞാൻ ഇവിടെ ലുലുമാളിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവന് അത്രയും ആൾക്കാരെ പോലും കണ്ടാവും ഭയങ്കര ഇറിറ്റേറ്റ് ആവും, കരച്ചിൽ തുടങ്ങും. അപ്പം എനിക്ക് അവൻ്റെ ആ ഒരു ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഇങ്ങനെ അവനെ എക്സ്പ്ലോർ ചെയ്ത് കുറേ നടക്കുവാണെങ്കിൽ അവനങ്ങനെ ഒരു ക്യാരക്ടർ മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ കൊണ്ടു നടക്കുന്നത് അവനെ.
കണ്ടോ അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടോ? എല്ലായിടത്തും നല്ല ഭംഗിയായിട്ട് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചുമ്മാതെ ഇരിക്കാനും നല്ല രസമായിരുന്നു. അവിടെ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നൊരു കോഫിയൊക്കെ കുടിച്ച്, ഞാൻ തന്നെയായിരുന്നെങ്കിൽ അവിടെ നിന്നൊരു കോഫിയൊക്കെ കുടിച്ച് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റിയ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷെ എൻ്റെ മിലനൊന്നിനും സമ്മതിച്ചില്ല. എൻ്റെ മിലനാണെങ്കിൽ ഭയങ്കര ഷീമൂടായിരുന്നു. ഷീമൂടെന്നല്ല, അവൻ ഈ ക്രൗഡിനെ കാണുന്നത് തന്നെയാണ് അവൻ്റെ ഇഷ്യൂ. അത് ഞാൻ എവിടെ കൊണ്ടായാലും അതെ അങ്ങനെയാണ്. ഇനി അത് പയ്യെ മാറി വരണം. എൻ്റെ കുട്ടിക്കുരുവിൻ്റെ മുഖം തെളിയുന്നേ ഇല്ലായിരുന്നു. പിന്നെ ഫ്ലവർ ഷോ എല്ലാം കണ്ട് പുറത്തിറങ്ങിയ ശേഷം ഞങ്ങൾ കൊണ്ടുപോയ ഫുഡുണ്ടായിരുന്നു, അതെല്ലാം ഞങ്ങൾ കഴിച്ചു. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഊഞ്ഞാലുണ്ടായിരുന്നു. ആക്ച്വലി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഊഞ്ഞാലായിരുന്നു, എങ്കിലും മിലന് തന്നെ ആടാനുള്ള പ്രായമായില്ലല്ലോ. അതുകൊണ്ട് അവനെയും കൊണ്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഊഞ്ഞാലാടി. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. ക്ഷീണിച്ച് തളർന്ന് കിടക്കുമോ ഞങ്ങൾ രണ്ടുപേരും. അപ്പം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഒരു ജേണി. വണ്ടി ഇരുന്ന് നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടാണെന്ന് തോന്നുന്നു. തിരിച്ച് റൂമിൽ വന്നതിന് ശേഷം ചെറുക്കൻ്റെ ഉറക്കം പോയായിരുന്നു. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കിടക്കുന്നു.